ഇന്ന് നമുക്ക് കാണുന്ന സ്ത്രീകൾ അവരവരുടെ തട്ടം ധരിക്കാത്ത സ്ത്രീകളെ സംബന്ധിച്ച് പറയും വേണ്ട, അവർ ഒരുപാട് ഇവിടെ കെട്ടിവെക്കും, മേലേക്കാക്കി കെട്ടിവെക്കും, ബാക്കിലാക്കി കെട്ടിവെക്കും, മുടികൾ ചേർത്ത് ഒരുപാട് കൃത്രിമ ഇമിറ്റേഷൻ മുടികൾ കൊണ്ട് അവർ അലങ്കരിക്കും, റിബണുകൾ കൊണ്ട്. അതേപോലെ തന്നെ പ്രത്യേക തരം ചില വസ്തുക്കൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടും, തല വലുതാന്ന് തോന്നിപ്പിക്കുന്ന, ഒരുപാട് മുടിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒട്ടേറെ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ എന്ന പേരിൽ നിന്ന് ഫാൻസി ഷോപ്പുകളിലൊക്കെ ഇന്ന് സ്ത്രീകൾക്ക് ലഭ്യമാണ്. നമ്മൾ വിശദീകരിക്കേണ്ടതില്ല, അവർക്കിതൊക്കെ പറയുമ്പോൾ നല്ല മനസ്സിലാവുണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്കാണ് പലപ്പോഴും മനസ്സിലാവാതിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ തല ഒരു രണ്ടരട്ടിന്ന് തോന്നിപ്പിക്കും. ഇനി തട്ടങ്ങോട്ട് ഇട്ടാലോ, തട്ടിട്ട് കഴിഞ്ഞാലും അതങ്ങോട്ട് തല ഇവിടെ നിന്നല്ല എത്ര ഉണ്ട് എന്നാണ് തോന്നിപ്പിക്കുന്ന നിലയ്ക്ക് ഇവിടേക്കാണ് കെട്ടി അതിന്മേലേക്കാണ് ഫിറ്റ് ചെയ്ത് അങ്ങനെ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ ആ നിലക്ക് ആക്കി തീർത്തിട്ടുണ്ടാകും തല. ഉള്ള തലമുടിയല്ല, അതിലപ്പുറം വേറെ എന്തൊക്കെയോ വെച്ച് കെട്ടിയിട്ട്. അതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവസാനം കൊടുത്ത ഫുട് നോട്ടിൽ നിങ്ങൾ നോക്കൂ, റൂസുഹുന്ന കഅസ്നിമത്തുൽ ബുഖ്തി എന്ന് പറഞ്ഞിടത്ത് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയാണ്, അയ്യുകബ്ബിർനഹ, അവരാ തല അങ്ങനെ വലുതാക്കിയിട്ട് തോന്നിപ്പിക്കുന്നു. ബിലഫി ഇമാമത്തിൻ, ഏതെങ്കിലും തുണിക്കെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തലപ്പാവോ പ്രത്യേകമായിട്ടുള്ള ഡ്രസ്സോ ഒക്കെ അതിലേക്ക് ചുരുട്ടിക്കൂട്ടി വെച്ചിട്ട് തല ഒരുപാടുണ്ട് എന്ന് വലിയ തലയായിട്ട് അതൊരു അലങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ട് നിറോട്ടുകൂടി ദുന്യാവിൽ കാണുന്നുണ്ടല്ലോ. അത് ഏതെല്ലാം മോഡലുണ്ട്. പർദ്ദ ധരിക്കുന്നവർക്ക് തന്നെയും അതുണ്ട്. അവരാ പ്രത്യേകം മഫ്തനിട്ട് കഴിഞ്ഞാൽ തറങ്ങട്ടുണ്ടാകും ബാക്കിൽക്ക് തലപടത്തറയും എവിടെ അവസാനിച്ചിട്ടുണ്ടാകും, പക്ഷെ എത്രയും കൂടി പിന്നെ ഉണ്ടാകും. ഇത് ശാപഹേതുവായ നിലക്കുള്ള ഹെയർ സ്റ്റൈലാണ്.